സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായിരിക്കുന്നു. जिंदगी भर में इनके खिलाफ लड़ा हूं, आगे भी ऐसे ही लड़ता रहूंगा। भारत माता की, भारत माता की। മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായിരിക്കുന്നു. അദ്ദേഹത്തിന് വലിയ വരവേൽപ്പാണ് പ്രവർത്തകരും അണികളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരല്പസമയം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പിന്നീട് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു. വിനീത വി ജി വിശദാംശങ്ങളുമായി. വിനീത, ഒട്ടേറെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നൽകാനുള്ളത്? വലിയ ആവേശത്തിലല്ലേ പാർട്ടിയും അണികളും ഒക്കെ? തീർച്ചയായും നൽകുക വലിയൊരു ആവേശത്തിൽ തന്നെയാണ് പാർട്ടിയും ഒപ്പം തന്നെ നേതാക്കളുമൊക്കെ. അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിക്കുന്നതിനായി ഭാര്യ സുനിത കെജ്രിവാളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റ് ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, പ്രവർത്തകരൊക്കെ തന്നെ ജയിലിന് സമീപം എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ആഘോഷവും ആഹ്ലാദവും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അണികളെ അല്പസമയം മുൻപ് കെജ്രിവാൾ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഭാരത് മാതാ കി ജയ് വിളിക്കുകയും പിന്നീട് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം തിരിച്ച് ആദ്യം വരുന്നത് അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം അവിടെ ഇന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. അതിനുശേഷം നാളെ അദ്ദേഹം വീണ്ടും ചില നേതാക്കളെയൊക്കെ തന്നെ നേരിൽ ഒരു സാധ്യത കൂടി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ചില കർശന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിട്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് പറയരുത്, അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായിരിക്കുന്നു. തിഹാർ ജയിലിന് മുന്നിൽ അരവിന്ദ് കെജ്രിവാളിനെ കാത്ത് നേതാക്കൾ, പ്രവർത്തകർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഉണ്ടായിരുന്നത്. ആം ആദ്മി പ്രവർത്തകർ വലിയ സ്വീകരണം അരവിന്ദ് കെജ്രിവാളിന് ഒരുക്കുന്നു. പടക്കം പൊട്ടിച്ചടക്കമുള്ള ആഘോഷം അവിടെ കാണാം. കനത്ത മഴയിലും പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ മോചനം മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാം. പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതിനു ശേഷം അദ്ദേഹം വസതിയിലേക്കാണ് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരിയാന തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്, നിർണായകമാണ്. അത് ആഘോഷമാക്കി മാറ്റുന്നുണ്ട് ആം ആദ്മി പ്രവർത്തകർ. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അധികാരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ജാമ്യ വ്യവസ്ഥ കൂടി കോടതി നൽകിയിട്ടുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പ്രധാനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CBI കേസിൽ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി അരവിന്ദ് കെജ്രിവാൾ ഇതാ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ജയിലിന് മുന്നിൽ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. കനത്ത മഴയിലും കെജ്രിവാളിനെ, പ്രിയ നേതാവിനെ സ്വീകരിക്കാൻ പ്രവർത്തകരുടെ വലിയ നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. വിനീത വി ജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത, പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഇനി പാർട്ടി ആസ്ഥാനത്തേക്ക് പോകുന്നുണ്ടോ അതോ നേരെ വസതിയിലേക്കാണോ? വിവരങ്ങൾ എന്താണ് വിനീത? ഇപ്പോൾ പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി കെജ്രിവാൾ അദ്ദേഹം ഇപ്പോൾ പ്രവർത്തകരെ നേരിൽ കണ്ടു, പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇനി അദ്ദേഹം നേരെ ഡൽഹിയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുക. അവിടെ ഇന്ന് രാത്രിയോടുകൂടി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആം ആദ്മിയിലെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചേരുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം നാളെ ആയിരിക്കും അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികളൊക്കെ ഉണ്ടാവുക. ഈ ജാമ്യം നൽകുന്ന വേളയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു പ്രസ്താവനയോ നടത്തരുതെന്നൊരു നിർദ്ദേശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സ്വാതന്ത്ര്യമാണ് പരമപ്രാധാന്യമെന്നും ഈ ജാമ്യമാണ് ചട്ടമെന്നും ഒക്കെയാണ് സുപ്രീം കോടതി ആ കേസിൽ ആ ഹർജി പരിഗണിക്കവേ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് അദ്ദേഹത്തിന് രണ്ടംഗ ബെഞ്ച് ഇതിൽ ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ജാമ്യം ലഭിച്ച CBI ഈ കേസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ മദ്യനയം രൂപീകരിച്ചതും ഇതിന് പിന്നിൽ നടന്ന ഈ അഴിമതിയിലും അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ട് എന്ന് തന്നെയാണ്
CBIയുടെ കണ്ടെത്തൽ. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട വിനീത വിജി ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തിറങ്ങി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ള നിർദ്ദേശം ജാമ്യ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടതിനാൽ അതിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിനീത വിജി അല്പസമയത്തിനകം തന്നെ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നൽകും. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ CBI കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതോടുകൂടി അദ്ദേഹം ജയിലിന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. വ്യക്തി സ്വാതന്ത്ര്യം പരമപ്രധാനമാണ്, ഇങ്ങനെ ഒരാളെ ഒരുപാട് കാലം ജയിലിലിടാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത്. ഭിന്നവിധിയാണ് ആ ബെഞ്ചിൽ ഉണ്ടായത് എങ്കിൽ കൂടി ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാന്റെ വിധി പ്രസ്താവത്തിൽ CBIക്ക് അതിരൂക്ഷ വിമർശനവും ഉണ്ടായിരുന്നു. നേരത്തെ ED കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതാണ്. പിന്നീട് CBIയുടെ കേസ് വരുന്നു. ഇപ്പോൾ CBI കേസിലും ജാമ്യം ലഭിക്കുന്നതോടുകൂടി തീർച്ചയായും അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുകളടക്കം മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അത് വലിയ ആവേശമാണ് പ്രവർത്തകർക്ക് പകരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നമുക്ക് ആ ജയിലിന് മുമ്പിൽ കാണാം. വലിയ ആഘോഷം ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അവിടെ മഴയുണ്ടെങ്കിലും ഒരുപാട് പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതിന് ശേഷം അദ്ദേഹം വസതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പാർട്ടി ആസ്ഥാനത്തേക്കല്ല, പ്രവർത്തകരുമായുള്ള അഭിസംബോധനയ്ക്ക് ശേഷം അദ്ദേഹം വസതിയിലേക്ക് പോകും. നാളെ മറ്റു പരിപാടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം.